ഇപ്പൊ എന്താണെങ്കിലും പുലിക്കളിയും പൂരൊക്കെ വരുന്നുണ്ട്. ഊതാൻ കൊണ്ടുപോകാൻ തന്നെ കേട്ടാ. ചെറുനെ സിനിമയിൽ മോഹൻലാലിന്റെ കാല് കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. കൈയൊക്കെ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കും. കണ്ണാരം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം. എന്തോരം പ്രഷറാ ഡോറിന്റെ മുകളിൽ ചെലുത്തണേന്നറിയോ? ഇതൊക്കെ രണ്ടാള് വന്നു, രണ്ടാളെത്തി. എനിക്ക് ഇഷ്ടപ്പെട്ട ഇത്. യു ലുക്ക് ലൈക്ക് ദാറ്റ് ഗേൾ ഓവർ ദേർ. കണ്ണാടിഞ്ഞിന്റെ എവിടെ വെക്കാൻ ആർക്കെട്ടിൽ പോലും പാകാത്ത അവസ്ഥയോ? ഞങ്ങളോട് രാവിലെ ഞാൻ പറഞ്ഞ ആ നിലവിളിക്ക് ശക്തി വരട്ടെ, കൈകൾ ഉയർത്തിക്കൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് ആ കുറുമാല കനാലിന്റെ മുകളില് കൂർക്കന്മാരെ ഓളിയിടും. എന്റെ ചെറുപ്പത്തിലെ ശ്വാസം മുട്ടുള്ളവരൊക്കെ എഴുന്നേറ്റാ. താങ്ക് യു. ഏറാണ് ഏറ്റവും ആദ്യം തരിക. എച്ച് മണ്ണതിലുള്ള കളിയുടെ ആള് നോന്നാ ആദ്യം കൈ കാണിച്ചത്. പിന്നെ ഇപ്പൊ പുതിയ പരിപാടിയാ. മേടിച്ചാടാ ഏറാ മേടിച്ചാടാ. താസ്മേ ഏറമ്മ മേടിച്ചാ. ഗുഡ് ഗേൾ എന്റെ ഏറയാണ്. അല്ലെങ്കിൽ എപ്പോഴും ലേശം ഒരു അടിയും കൂടിയുണ്ടെന്നുള്ളോ അപ്പാപ്പന്റെ വീട്ട്. അതിന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നോ? എന്നിട്ട് അവിടെ നിന്ന് കരയാ. ഒരു കാല് പിന്നെ ഒരു കാല് ധൈര്യത്തിന് ഇപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇറങ്ങി എന്തൊരു ഇഷ്ടമുള്ള കളിയാന്ന് അറിഞ്ഞില്ല. അതിന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കില്ലേ. പൂച്ചണേ പൂച്ച. ഇപ്പൊ എന്താണെങ്കിലും പുലിക്കളിയും പൂരൊക്കെ വരുന്നുണ്ട്. ഊതാൻ കൊണ്ടുപോകാൻ തന്നെ കേട്ടാ. സമയം നോക്കും. പിന്നെ പ്രിങ്ങുവിന്റെ പോലെയല്ല, സമയം കറക്റ്റ് നോക്കുന്നുണ്ട് പ്രിങ്ങ. ഡീന്ന് വിളിക്കുന്നുണ്ട് പ്രിങ്ങ. ഈ മതലസ അന്യനില് മറ്റേ വിക്രത്തിന്റെ കണ്ണിന്റെ ഉള്ള കൂടെ കണ്ണ് കാണുന്ന പോലെ കണ്ണിരിക്കണേ കണ്ടാ. ഇപ്പൊ ഉള്ളിൽ നിന്നുള്ള ക്യാമറ അമ്മേനെ നോക്ക്. അന്യൻ 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 ഇത്ര മൈമുന്നെ ആരാ? മൈമുന്ന. ചെറുനെ സിനിമയിൽ മോഹൻലാലിന്റെ കാല് കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. കൈയൊക്കെ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കും. ഗോൾഡ് എവിടെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ കാലിങ്ങനെ ഇങ്ങനെ വളച്ച് വെച്ചിട്ടാണ് അവള് ഇരിക്കുക. ഇത് കണ്ട ഇതൊക്കെ ഇങ്ങനെ പത്തി ഇങ്ങനെ തിരിച്ചു വയ്ക്കും. ഈ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾക്ക് അത്രയ്ക്കും ഇല്ല. പക്ഷെ ഇതുകൊണ്ടുള്ള ഗോൾഡയുടെ ഉപദ്രവം. ഗോൾഡിക്ക് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ 4 തവണയെങ്കിൽ ഈ കാല് ഇങ്ങനെ തന്നെ ഇരിക്കും. ക്രാമ്പായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ഇനി വെറുതെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയാക്കും. ഇനി ഇവളുടെ ഏറ്റവും വേറെ പ്രത്യേകതയുള്ളൊരു അവയവമാണ് ഈ 2 വിരലുകൾ. ഈ വിരൽ വെച്ചിട്ട് ഇവൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് കണ്ട ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ കാലുകൊണ്ട് അവൾക്ക് പിടിക്കാൻ പറ്റും. നമ്മളതിനെ പിച്ചവൾ ഈ കാല് വെച്ചിട്ട്. നമ്മൾ വിചാരിക്കും അവൾ നമ്മുടെ തൊട്ടടുത്ത് സുഖമായിട്ട് ഇരിക്കുകയാണ്, അവളുടെ കൈയൊക്കെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കാല് വെച്ചിട്ട് നമ്മളതിനെ പിച്ച് ഇറുക്കുക എല്ലാ പരിപാടിയും ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ അവളൊന്നും ചെയ്യണില്ല എന്ന് അവൾ ഈ കാല് വെച്ച് പിച്ചും. കൊക്കൂറിനിലേക്ക് അടുത്ത ആള് പോയിട്ട് കൊണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കാൻ നല്ല സൂട്ട്. എവിടെ ഇരിക്കണേ? കണ്ടു കഴിഞ്ഞാൽ അരക്കേട്ടിന് ടേബിളിന്റെ അപ്പുറത്ത് എഴുതാതിരിക്കുന്ന പോലെ ഇരിക്കണേ. കണ്ണാരം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കര മാവിൻ ചോട്ടിൽ വെണ്ണക്കല്ലാടാമെന്നും ആതിരകൾ നാമം ചൊല്ലും അമ്പലം കാണാം. Thank you, Ismail. That's so nice of you. Oh wow, that's so nice. Thank you, love you. അതെ, ഇന്ന് ഞങ്ങൾ നേരെ ബെഡ്റൂമിൽ നിന്ന് സ്കൂളിലേക്ക് പോകട്ടെ. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ സമയം കളയണില്ല. മുട്ട കളയാനുള്ളതുമില്ല, തുപ്പാനുള്ളതുമില്ല. നാളെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതി. 8 മണിക്ക് ഇവിടെ കളയണ്ടല്ലോ. നീ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് സമയം 8:20. അപ്പൊ എന്നെ നോക്കണം. നിന്റെ തലമേ ഞാൻ കിടന്നേരുന്നേ എത്ര നേരം? ഇതൊന്നും മറ്റേ ബ്രൈറ്റ് സഹോദരന്മാരാണല്ലോ ഫ്ലൈറ്റ് കണ്ടെത്തിയത്. പറക്കാൻ പോവാ. എന്ത് സഹോദരന്മാരായിരുന്നു നിങ്ങളുടെ? ഫ്ലൈറ്റ് സഹോദര. റൈറ്റ്. അപ്പൊ ഇന്നത്തെ ടേക്ക് കേട്ടാ. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടെത്തിയത്. ഓർക്കണം. ഓക്കെ. അതേപോലെ ഏറെ സഹോദരി എസ്മ സഹോദരി. എന്തോരം പ്രഷറാ ഡോറിന്റെ മുകളിൽ ചെലുത്തണേന്നറിയോ? ഇതൊക്കെ രണ്ടാള് വന്നു, രണ്ടാളെത്തി. കാലിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇത്ര കനമുള്ള ഡോറ് കയറി മറിയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഭക്ഷണം ഒന്നും കഴിക്കണ്ട കേട്ടാ. പൊക്കോളെ വേറെ ഇന്ന് അവധിയില്ലേ എൻ്റെ കുട്ടിക്ക്? എന്തെങ്കിലും പണിയെടുക്കുക കേട്ടാ വീട്ടില്. തിന്നലും കളിക്കലും TV കാണലും മാത്രമല്ല. ടിഷ്യൂ അതിൻ്റെ ഉള്ളിലുണ്ട്. മണ്ടകുണാപ്പിയേ ഇത് എളുപ്പമല്ലേ ഈ പണി? 3, 4, 5 എണ്ണത്തിനെ വണ്ടിയുടെ ഉള്ളിലെടുത്ത് രാവിലെ വണ്ടിയിൽ കയറ്റി ഇതാക്കില്ലേ. അമ്മാമ്മയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ചെറുപ്പത്തിൽ ഈ വക പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും വലുതാവുക. അതിൻ്റെ ഇടയിൽ ചാവണവർ ചത്തു, ജീവിക്കുന്നവർ ജീവിച്ചു, രക്ഷപ്പെട്ടു. അതിനെയാണ് ഇവല്യൂഷൻ എന്ന് പറയുക. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. മോർണിംഗ് കോർഡിനേറ്റ് വിത്ത് ടീം ബൂം ബാങ്. ഗുഡ് മോർണിംഗ് വിൻഡോൺ. വിൻഡോൺ എന്ന് പറഞ്ഞൊരു ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലം ഉണ്ടെന്ന്. ന്യൂസിലാൻഡിലും വിൻഡോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിയർ ഇൻവർ കാർഗിൽ.
ഓക്കെ, അപ്പോൾ ഇന്ന് വിൻഡോണിലുള്ള മെസ്സേജ് അയച്ച അവരുടെ പേര് ഞാൻ മറന്നുപോയി. ആൻഡ് വിൻഡോൺ എന്ന് പറഞ്ഞ സ്ഥലം ന്യൂസിലാൻഡിലും കൂടി ഉണ്ട്. അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഡോർ തുറന്നിട്ട് പകുതി റോഡിൽ വണ്ടി. ഈ മണ്ടൻ കൂണാപ്പിയ ഡോറ തുറന്നിട്ടു. എനിക്ക് ഇത്രയും ബുദ്ധിയില്ലേ? ഈ വണ്ടിയുടെ പകുതി കുണ്ടിയും കൂടെ തന്നെ. അല്ല, അകത്തായിരുന്നു അവരുടെ വീടിൻ്റെ അകത്ത്. അല്ല, ഈ വിൻഡോൺ എന്ന് പറഞ്ഞ സ്ഥലം മിൻവർ കാർഗിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? കുറച്ച് മലയാളി താമസിക്കുന്ന ന്യൂസിലാൻഡിന്റെ ഡൗൺ ദി സൗത്ത് കോർണറാണ്. ഏറ്റവും കൂടുതലല്ല, ബട്ട് വൺ ഓഫ് ദ മേജർ ബീഫ് കാറ്റിൽ ഫാംസും ഇറച്ചി ബുച്ചറിങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് ഈ വിൻഡോൺ എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ഈ ബ്ലഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുള്ളത്. നല്ല ഓയിസ്റ്റർ കിട്ടും, ബ്ലഫ് ഓയിസ്റ്റേഴ്സ്. അപ്പോൾ ഈ വിൻഡോൺ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഇന്നലെ ഞാൻ കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് ആ പേര് ഞാൻ പെട്ടെന്ന് ഓർത്ത് തന്നത്. അവിടെ ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട്. ആ പുള്ളിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, മലയാളിയല്ല. അപ്പോൾ അവിടെ ഈ സാധാരണ ന്യൂസിലാൻഡിലുള്ള പോലെ നമുക്ക് കള്ള് വിതരണം ചെയ്യാൻ പറ്റില്ല. 4 സ്ഥലങ്ങളുണ്ട് ന്യൂസിലാൻഡിൽ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ. ആ ഭാഗത്തുള്ള ആളുകളൊക്കെ കള്ള് കുടിച്ചിട്ട് കുടുംബത്തിൽ നമ്മുടെ പണ്ട് ആന്റണി ചാരായ നിർത്തിയ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ആ ട്രസ്റ്റിൽ നിന്ന് ഈ കള്ള് വിട്ട് കിട്ടുന്ന കാശിൻ്റെ മെജോറിറ്റി ടാക്സും ആ ട്രസ്റ്റിലേക്ക് പോകും. അങ്ങനെ ആ ട്രസ്റ്റ് ആ പൈസ ഹോൾഡ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ച് പുട്ട് ബാക്ക് ചെയ്യും. അങ്ങനെയുള്ള 4 സ്ഥലങ്ങളുണ്ട് ന്യൂസിലാൻഡിൽ. ഒരെണ്ണം ന്യൂസിലാൻഡിൽ ഇവിടെ നമ്മളുള്ള സ്ഥലത്തുണ്ട്, വെസ്റ്റ് ഓക്ലാൻഡിൽ. ഒരുപാട് മലയാളീസ് ഉണ്ട്. വി കാൻ പ്ലേസ് ഇറ്റ് അവർ ആൽക്കഹോൾ ദെയർ. ഇല്ല എന്ന് അവർ നോ പറയില്ല, പക്ഷെ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ ആൽക്കഹോൾ ലിസ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് വിൻഡോൺ ഇൻ ന്യൂസിലാൻഡ്, വിച്ച് ഈസ് ഇൻ കാർഗിൽ. എന്തൊരു ഇനി മനുഷ്യന് ഈ ശാന്തി കിട്ടില്ല. ഇനി ശാന്തി കിട്ടണമെങ്കിൽ ക്രിസ്തപ്പച്ചനെ അവിടെ ഹണ്ടിങ്ങിന് പോകണം. നിങ്ങളെ കൊണ്ട് ആ ബാക്കിലൊക്കെ കൊക്കയിലെടുത്ത് റൈനെ അയച്ചുമോനെ ഒരു വെറൈറ്റിക്ക് നിങ്ങൾക്ക് പോകാണ്ടിരുന്നൂടെ അമ്മേ? ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, തൂക്കി കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഈ ഉടുപ്പ് നിന്റെ കളർ കൊള്ളാം, പക്ഷെ ഇപ്പൊ എന്തോ ഒരു മേലിൽ ലോഹിട്ട പോലെ ഇരിക്കുക കൊണ്ട്. അതെ, പ്രസവത്തിന്റെ സമയത്ത് എടുത്താ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ള ആളെ അയച്ചുമോ ധരിക്കുന്നു ബാക്കിൽ. ഒരാള് ചാറ്റി, ഒരാള് ബൈ ബൈ ആണ്. പിങ്ങുവിന് നീ എങ്ങനെയെങ്കിലും പോയാൽ വെച്ചിട്ടിരിക്കുന്നത് മുടി കൊട്ടാൻ എക്സൈറ്റഡ് ആയിട്ട്. ബൈ അമ്മ. നീ ഒരു പാവാന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരാൾ നെടുകുറിപ്പിട്ടിട്ട് എന്റെ പൊന്നെ എത്ര നാള് പറയണമെന്ന്, എത്ര തവണ പറയണമെന്ന്, എല്ലാ ദിവസവും ഇതന്നെയാ പറയണേന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഞാച്ച പറഞ്ഞ ഇന്ന് പ്രിങ്ങുനെ മുടി വെട്ടിക്കാൻ കൊണ്ടുവരാണ് കേട്ടാ. വീണ്ടും നമ്മുടെ സാഗി ചേച്ചിന്റെ അടുത്ത് പ്രിങ്ങുവിന്റെ മുടി വെട്ടാൻ അവള് സമ്മതിക്കില്ല. ചേച്ചി വരണ്ടേ? ഏത് ഹെയർ സ്റ്റൈലാ പിങ്ങ? Butterfly. Do you know what it is? I saw a picture. പിന്നെ നിന്റെ മുടി വെട്ടി ആക്ച്വലി. ബട്ടർഫ്ലൈ ആണെങ്കിലും. പിന്നെ അന്യൻ കളിക്കണ അന്യൻ നിന്റെ മുടി എന്തോര വെട്ടി നോക്കിയേ. you know already, so you okay with it. So half butterfly now. പ്രിങ്ങുവിൻ്റെ ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ. ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇവളുടെ മോന്ത പക്ഷേ ആക്ച്വലി ഡ്രാഗൺ ഫ്ലൈയുടെ പോലെ ഇരിക്കണേ അല്ലേ പ്രിങ്ങ? അല്ലേ ഡ്രാഗൺ ഫ്ലൈ? രാജകീയ സർവീസാണ് പ്രിങ്ങുവിന് അല്ലേ? കുളിപ്പിക്കാൻ ഒരാള്. എന്താ കഥ? See, I always tell her to have a cold shower in the morning, but she doesn't have it. See? Cold is good. Cold is good for your hair, see? Yeah. 2, 3. Butterfly. Incubator. You had the hair dryer noise when you were small, no? ഇഷ്ടപ്പെട്ടാ? Yeah. ഓ, പ്രിങ്ങുവിന് മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടു കേട്ടാ. പ്രിങ്ങുവിൻ്റെ മുടി വെട്ടൽ അവസാനിച്ചു. ഓ വാവ്, ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈക്ക് 2 കൊമ്പെല്ലാം ഉണ്ട് കേട്ടാ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? യു ലുക്ക് ലൈക്ക് ദാറ്റ് ഗേൾ ഓവർ ദേർ. She is the singer. No. No? She's actually model in Australia. Oh. Original first model. Is that the butterfly too? Oh yeah. Oh yeah. I just noticed the front bit. Yeah. Look at me. Okay, that beautiful. You looks pretty. Oh yeah. Oh yeah. I just noticed the front bit. Yeah. Look at me. Okay, that beautiful. You looks pretty. Thank you, ma'am. Actually, you should thank me. I took you here. Thank you. See, I got 3 girls to take it to hair dressing center. Actually 4. So കുട്ടിക്ക് എന്താ വലുത് മനസ്സിലായ? എന്നിട്ട് മനസ്സിലായ? എന്നിട്ട് ആന്റി നിന്റെ അടുത്ത് പറഞ്ഞ മുടി എങ്ങനെ കഴുകണമെന്നാ പറഞ്ഞ?
ഷാമ്പു ഇടണമെന്നല്ല, അതായത് ആന്റി പറഞ്ഞത് നിന്റെ തലയിലുള്ളത് ആക്ച്വലി ഡാൻഡ്രഫ് അല്ല, ഡെഡ് സെൽസ് ആണ്. നിങ്ങൾ 10 വയസ്സൊക്കെ ആകുമ്പോൾ ഹോർമോണൽ ഇത് വരുന്ന സമയത്ത് ഈ തലയുടെ മുകളിൽ മുടിയും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെൽ ഡിവിഷൻ കൂടുതലായിരിക്കും തലയുടെ ഇതിന്റെ മുകളിലും കൂട്ടിക്കൾസും ഒക്കെ. അപ്പൊ നമ്മൾ മുടി നീ സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് പോരുന്നതാണ് കുഴപ്പം. നീ അറ്റ്ലീസ്റ്റ് 2 to 3 times എവറി ഇതില് മുടി കൈ കൂപ്പി പിടിക്കുന്ന പോലെ ആക്കിയിട്ട് മുടിയുടെ ബാക്ക് വശത്തുനിന്ന് സോപ്പ് ആക്കിയിട്ട് നീ ഇങ്ങനെ പതുക്കെ പതുക്കെ കഴുകി, അതും പച്ച വെള്ളത്തിൽ കഴുകി മുടി ക്ലീൻ ചെയ്തെടുത്തിട്ട്, മുടി ഒരിക്കലും തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണക്കരുതെന്ന്. ഡാഡ അങ്ങനെ ഉണക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒപ്പി അതിനെ ഉണക്കി എടുക്കണം. വെള്ളം മാറ്റിയിട്ട് ജസ്റ്റ് ഡാബ് ചെയ്യുക. എന്നിട്ട് കുളിമുറിയുടെ ഉള്ളിൽ കുളിക്കുന്നതിൻ്റെ ഇടയിൽ ഡാൻസും ഷക്കീറയുടെ ഡാൻസും ഇതല്ല ചെയ്യുക. മുടി തല കുളിക്കണ പോലെ ഇങ്ങനെ ആക്കിയിട്ട് മുടി ഒപ്പിയിട്ട് മുടി ഡ്രൈ ചെയ്ത് മര്യാദയ്ക്ക് കിടക്കണം. അപ്പം മുടി ഷൈനി ആൻഡ് ഇതായിട്ട് നന്നായിട്ട് ഇരിക്കും. മനസ്സിലായ? അതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടാ. പിങ്ങോന് ആക്ച്വലി ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പോണി എക്സ്പ്രസ് ന്യൂസിലാൻഡ് കുതിരനെ പഠിപ്പിക്കണ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, കുതിരനെ ഓടിക്കാൻ പഠിപ്പിക്കണ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തെന്ന്, സമ്മറിലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ യു ക്യാൻ ജോയിൻ. നമ്മുടെ ക്ലൈഡൻ അപ്പച്ചന്റെ വീട്ടിലേക്കൊക്കെ പോണ വഴി പോലെ ഇല്ലേ, ഇത് അവിടെ നിന്ന് ഒരു നായ ഓടി വരുന്ന ഒരു ലാബ്രഡോർ അങ്ങോട്ട് വരുന്നുണ്ട്. ഓ നല്ല കൊരയാ. ഓ ഓടാ പോടാ, നീ തലയുള്ളിലോട്ടിട്ട്. യു റിയലി ഇൻട്രസ്റ്റഡ് ടു കം? യു വാണ്ട് ടു ലേൺ? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ലേൺ, ദാറ്റ്സ് ഫൈൻ. ഐ തോട്ട് ലൈക്ക് യു ട്രൈ. Yeah, even though it's not your, if you, whether you like or you don't like, it's a nice, very nice life skill what you can learn. So you got an opportunity, just use it and learn it. Once you learn it, then it's a very good sports also. That's why they have horses here. Yeah, and I mean, women always go well with the horse. You know something? Horse is only one animal. Actually, you have to have a very good bond with that animal to ride it. Otherwise, horse can play up any time. Whether you have a very good love or whatever it is, at one point, even if you smack or whatever, they can rack you up. So it's like the movie Avatar. In Avatar movie, they connect their mudiyum kudi connect cheyille. So it's a similar bond they're showing. Instead of a horse in a different planet, a similar bond. So to horse ആയിട്ട് നമുക്കൊരു ബോണ്ട് വേണം. ഇല്ലെങ്കിൽ ആ ഹോഴ്സ് നമ്മുടെ കൂട്ടത്തിൽ ഒരിക്കലും നിൽക്കൂല. ഹോഴ്സ് വെറുതെ പിടിച്ച് നടക്കും. Yeah, that's the thing with the horse. And a good fun too. I've been on horse once. Beautiful, very good feeling, very good. And it's a different feeling. You feel the pain. It's not like you're sitting on top of a motorbike. It's very wide and large. Even a little muscle, they move like that. You feel like you are in a big ഒരു വലിയൊരു ട്രക്കിൽ ഇരിക്കുന്ന പോലെ കേട്ടോ, കുതിര പോലത്തെ ഇരിക്കും. Now we know a horse power എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ you need to sit on top of a horse. ഇന്ന് ലഞ്ചിന് നമുക്ക് വീണ്ടും ബർഗറാണ്. ഇന്നലത്തെ വീഡിയോയിൽ ആരോ പറഞ്ഞു, ചേട്ടാ നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും ബർഗർ, അതും ഈ മിൻസ്ഡ് മീറ്റ്, അതാണ് ബർഗർ അല്ല, മിൻസ്ഡ് മീറ്റും സോസേജും ഒക്കെ പ്രോസസ്ഡ് ഫുഡല്ലേ, ഇതെങ്ങനെയാണ് എല്ലാ ദിവസവും കഴിക്കണേന്ന് ചോദിച്ചു. ഇത് മിൻസ്ഡ് മീറ്റ് സയൻറ്റിഫിക്കലി പ്രോസസ്ഡ് ഫുഡാണ്. വാട്ട് ഈസ് പ്രോസസ്ഡ് ഇൻ മിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോസസ്സറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വേറെ ആഡഡ് ഷുഗറോ അല്ലെങ്കിൽ ആഡഡ് കെമിക്കൽസോ ഒരു സാധനം ആഡ് ചെയ്യാത്ത ബീഫിൻ്റെ മിക്സിയിലിട്ട് അരച്ചതാണിത്. ഞാൻ ഒരിക്കലും മെയ്ഡപ്പ് ബർഗർ പാറ്റി ഒന്നും മേടിക്കില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് എ പ്യുവർ മിൻസ്ഡ് 18% ഫാറ്റുള്ള ബീഫാണ്. ഇതിനെ പ്രോസസ്ഡ് എന്ന് തന്നെയാണ് പറയുക, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചേർത്തിട്ടില്ല, പ്യുവർ പൾപ്പാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് മറ്റേ 60% മീറ്റ്, ബാക്കിയുള്ളത് മുഴുവൻ ഡെക്സ്ട്രോസും പത്രോസും എന്നിട്ടുള്ള സാധനമല്ല കേട്ടോ. സോ യു ക്യാൻ സേഫ് ദിസ് ഈസ് എ പ്യുവർ മീറ്റ്, നത്തിങ് എൽസ്. സോസേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് അപ്പോഴും നല്ല പ്യുവർ സോസേജ് മേടിക്കാൻ കിട്ടും. ദാറ്റ് ഈസ് ഓക്കെ. നമ്മൾ കാശ് ലാഭിക്കുന്നിടത്താണ് ഈ പ്രശ്നം മുഴുവൻ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പ്രോസസ്ഡ് എന്ന് കാണുന്നത് ഇതിൽ ബ്രെഡിനെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്കിതിന് വറീഡ് ആയിട്ടുള്ളത് കാർബ്സ് ആണ്. നിയർലി 350 കലോറി ഉണ്ടാവും 2 slice ഓഫ് ബ്രെഡ്. ദാറ്റ് ഈസ് മൈ മെയിൻ കൺസേൺ. ആൻഡ് മൈ അതർ പ്രോസസ്ഡ് ഇഷ്യൂ ഇസ് ദിസ് സോസ്. ടു മച്ച് ഷുഗർ, നത്തിങ് എൽസ്, ഇസ് ടു മച്ച് ഷുഗർ ഈ സോസിൽ.
But I love a little bit of sugar along with my burger, you know. As long as you know how to manage this, is fine. Oh, കുറച്ച് അവക്കാഡോ ആണോ? എന്നാൽ നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ നമ്മളെന്നെ ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. 2 വർഷമായി ഇപ്പോൾ വന്നിട്ട് അല്ലേ? യാ, ഞാനൊരു മൈക്ക് കൊടുക്കാം പുള്ളിക്ക്. നിങ്ങൾ പരിചയപ്പെടേണ്ട ആളാണ് ന്യൂസിലാൻഡിൽ നിന്ന്. നിങ്ങളെ കാണാൻ പറ്റേ ന്യൂസ് വായിക്കാനിരിക്കുന്ന ആളുടെ പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്നെ പുള്ളിയും പുള്ളിയുടെ ചേട്ടനും കൂടിയിട്ട് അനിയനും കൂടിയിട്ട് 2 വർഷം, 2 അല്ല ശരിക്കും പറഞ്ഞാൽ 4 വർഷമായി. 2022 നമ്മൾ കണ്ടത്. ഇപ്പൊ 2026 അല്ലോ, 4 വർഷം. 4 വർഷമായി എന്നെ കണ്ടിട്ട്. ഇപ്പൊ വീണ്ടും നമ്മുടെ കുപ്പി ഇറങ്ങിയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുള്ളി ഒരു കുപ്പി മേടിച്ചുകൊണ്ടിട്ട് എന്നെ കൊണ്ട് സൈൻ മേടിപ്പിച്ച് അപ്പൊ ബൂം ബാങ്കിന്റെ കയ്യിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി അത് ആക്ച്വലി മേടിക്കാനും എന്നെ കാണാനും കൂടി വേണ്ടി വന്നതാ. പുള്ളിയുടെ വേറെ പ്രത്യേകത, ന്യൂസിലാൻഡിലെ ആക്ച്വലി ഒരു മിനിസ്ട്രി ലെവലില് പൊളിറ്റിക്സിലുള്ള ഒരാളാണ്. ആക്റ്റീവ്ലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് കെൽവിൻ. ഞാൻ ആക്ച്വലി പവർ സിസ്റ്റംസ് എഞ്ചിനീയർ ആണ്. അതുകൂടാണ്ട് എഞ്ചിനീയറിംഗ് ന്യൂസിലാൻഡിൻ്റെ ചാർട്ടേഡ് എഞ്ചിനീയർ ആണ്. ഇപ്പോൾ കുറേ മെൻറ്ററിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ പൊളിറ്റിക്സിലും കുറച്ച് കമ്മ്യൂണിറ്റി വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓക്ലാൻഡിൽ PhD ചെയ്യുന്നുണ്ട്. അതെ, PhD ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മോനുണ്ട്. ഇപ്പോൾ വൈഫ് 3 മാസം പ്രഗ്നൻറ്റും ആയി. ബട്ട് ഈസ് ഡൂയിങ് ഗുഡ്. കമ്മ്യൂണിറ്റി അപ്ഗ്രഡേഷൻ, എന്താ പറയാ, കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇടയ്ക്ക് കോൾ ചെയ്യാറുണ്ട്. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ഒരു റേഷ്യൽ ഇഷ്യൂസിനൊക്കെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാനൊക്കെ എന്നെ വിളിച്ചിരുന്നു. സോ ആക്റ്റീവ്ലി എൻ്റെ ഒരു അങ്കിൾ ഉണ്ട് അമേരിക്കയിലുള്ള, ബാബു അങ്കിൾ. പുള്ളിയും ഈ പറഞ്ഞ പോലെ ചെന്നൊരു സമയത്തൊക്കെ അമേരിക്കൻ പൊളിറ്റിക്സിലൊക്കെ അത്യാവശ്യം എൻട്രി ചെയ്യാൻ കുറെ കാലമൊക്കെ നടന്നു. പിന്നെ പുള്ളി അതൊക്കെ വിട്ട്. ബട്ട് താങ്ക് യു. എനിക്ക് എന്നിട്ട് എനിക്കൊരു റമ്മ എന്റെ തന്നെ മേടിച്ചായിരുന്നു ഞാൻ വിചാരിച്ചു. ഞാൻ തന്നെ എന്റെ റമ്മോടെ കാശ് കൊടുത്തിട്ട് മേടിക്കുന്നത്. അപ്പൊ എനിക്ക് ഗ്ലെൻലിമിറ്റ് മേടിച്ചോണ്ടിരുന്നു. താങ്ക് യു. നോ പ്രോബ്ലം. താങ്ക് യു വെരി മച്ച്. ബർഗർ കഴിച്ചോക്കി. നല്ലൊരു പ്രോസസ്ഡ് ആണോ? പ്രോസസ്ഡ് പോലെ തോന്നുന്നില്ല. നല്ലൊരു അടിപൊളി സാധനമാണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ. മീറ്റ് നല്ല ജ്യൂസിയാണ്. നല്ല ജ്യൂസി. ഏലയും പുല്ലൊന്നും ഇല്ല. എന്റെ കൂട്ടത്തിൽ ഒരു അടിക്കാം, ഒരെണ്ണത്ത് അടിക്കാന്നല്ലേ പറഞ്ഞേ? അടിക്കാം. ഞാൻ കുറെ കാലം ശേഷമാണ് സ്കോച്ച് കഴിക്കുന്നത്. അതിന് മുന്നേ ഇതൊന്ന് സൈൻ ചെയ്ത്. സൈൻ ചെയ്യണോ? മാർക്ക് ചെയ്യാം. താങ്ക് യു. അപ്പൊ നിങ്ങൾ കുടിക്കില്ല? ഇത് സോവനീർ. ഇത് എടുത്തു വെച്ചോ, കാരണം ഈ ബോട്ടിൽ ഇനി ഇല്ല. ഈ ബോട്ടിൽ ഇനി ചെയ്യണില്ല നമ്മള്. ഇത് 1 കിലോയാണ് ഈ ബോട്ടിലിന്റെ സൈസ്. അപ്പൊ ഇത് സത്യം പറഞ്ഞ ഇത് സോവനീർ തന്നെയാണ്. ഈ ബോട്ടിൽ നമ്മൾ ഇനി ചെയ്യണില്ല. ഈ സ്റ്റിക്കറിനും ചെറിയൊരു മാറ്റമുണ്ട്. ഈ ബോട്ടിലിന്റെ ഈ ബോട്ടം ബിറ്റ് നമ്മളെടുത്ത് മാറ്റാണ്. ഇറ്റ്സ് ടു ഹെവി. സോ ഇതിനൊന്നും നമ്മള് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ലുക്ക് വൈസ് കുറച്ചുകൂടി ഇംപ്രവൈസ് ആവും. പക്ഷെ ബോട്ടിലിന് നമ്മള് ഷിപ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ഈ ഫ്ലാപ്പും നമ്മൾ മാറ്റാൻ പോവാ. അപ്പൊ ഈ ബോട്ടിൽ ഇനി എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇതൊരു ആന്റിക് ആയി മാറാമോ ഒരു പക്ഷെ ഈ ബ്രാൻഡ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ബോട്ടിൽ തുറക്കാൻ നമ്മുടെ ബോട്ടിലിന് ഇതുപോലെ ഉണ്ട് കേട്ടോ. ചിലവർ ഇത് കടിച്ചു പറയണതൊക്കെ കണ്ടു. ഈ ബോട്ടില് ഇതിലുണ്ടല്ല അങ്ങനെ. സോ ഫ്രൈഡേ ഞങ്ങള് ഡ്രൈവ് ചെയ്യാനുള്ള കാരണം നമുക്ക് ജസ്റ്റ് ഒരു ടേസ്റ്റിംഗ് മാത്രം മതി. ടേസ്റ്റിംഗ് ഓൺലി. Whiskey time. Cheers. Thanks for visiting me. Okay, അപ്പൊ ഇനി കാണാം നമുക്ക്. No problem. നല്ല സ്മൂത്ത് സ്മെൽ. ഇതിനും ഏകദേശം ഈ ഒരു നല്ല ഇങ്ങനത്തെ ഒരു ഉണ്ട്. So thank you. വെച്ചേ മാമ. ഗോ. അടുത്ത അറ്റൻഷൻ സീക്കർ എത്തി. വെച്ചോ. അയ്യോ. ഓ നൈഫ്. That's very nice. എല്ലാം വല്ലഭിക്ക് അറിയാം. വല്ലഭി. വായിലല്ല, ഐസ് എവിടെയാന്നറിയോ?
കണ്ണാടി ഇഞ്ഞിന്റെ എവിടെയും വെക്കാൻ അരക്കെട്ടിൽ പോലും പാകാത്ത അവസ്ഥയോ. ആ ഓ ഓ വലിയ ഇംഗ്ലീഷുകാരിയാ, മമ്മീന്നേ വിളിക്കുള്ളൂ. അതിന്റെ മേലെ ഇരിക്കുന്നതന്നെ അത്. നീ വെച്ചോട്ടെ. അമ്മയ്ക്ക് അടുത്ത് അസുഖം കിട്ടി, ചുമ. നിന്റെ മുഖത്ത് കണ്ണാടി ഉണ്ടെന്ന് പോലും അറിയണില്ല, സത്യം. അമ്മേ, ബാക്കിലത്തെ കർട്ടനേക്കാളും നിറം നിനക്ക്. നീ ഏതാ കർട്ടൻ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാനില്ല. ഈയാ ഞാൻ എന്തൊരു ഫുഡ് ഉണ്ടാക്കണ്ട ഇവർക്ക്? ചോറും മീൻ കറിയാ? ചോറും മീനാ ചോറും മുട്ടയാ? എങ്ങടാ പോണേ? ഏറാ ഞങ്ങളോട് രാവിലെ ഞാൻ രാവിലെ ഇട്ടൊരു മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞ ആ നിലവിളിക്ക് ശക്തി വരട്ടെ, കൈകൾ ഉയർത്തിക്കൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട്. നയ്യലടെ നന്റെ തന്തനെ വരെ ഞാൻ കൊണ്ടുവരും. നന്നായിട്ട് കറി വെച്ചിട്ടുണ്ട് അല്ലേ? രാവിലെ തിന്നത്തോണ്ട് തന്നെയാ. രാവിലെ മുട്ട കഴിക്കുമ്പോഴേ നന്നായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് കിടക്കുക. അപ്പൊ ഞങ്ങൾക്ക് കോമൽച്ചയോട് ഞങ്ങള് ചാരി നിന്ന് കറിയേ കേട്ടോ. എന്തേ ആ കുറുമാല കനാലിന്റെ മുകളില് കൂർക്കന്മാര് ഓളിയിടും എന്റെ ചെറുപ്പത്തില്. അത്ര ഓളിയാ. ഇരുന്ന് ഓളിയിടും കേട്ടാ. എന്റെ പല്ല് പറഞ്ഞു വീണ അച്ഛമ്മന്റെ മര്യാദക്ക് ഭക്ഷണം തരുമ്പോഴേ ഇരുന്ന് കരയേ കേട്ടാ. തരുമ്പോ തിന്നണം. ആ സമയത്ത് തുപ്പലും തൂറലല്ല പരിപാടി. ഞങ്ങളുടെ വീട്ടിലുണ്ടാ ഇങ്ങനത്തെ കുറുക്കന്മാരുണ്ടാ? ഇങ്ങനെയാ കുറുക്കന്മാരനെ ഉണ്ടാക്കുക നമ്മള്. ടൺ 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 ടടൻ ടേ ടൺ 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 ടടൻ ടേ. എന്താ സ്കൂളിൽ നിന്ന് കിട്ടിയില്ലേ? ഓ നോക്കടേ, ഏറെന്നെ നോക്ക്, ചാവാറായി. ഷോ 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 വേഗം കൊടുക്കറേ, ഇപ്പൊ വലിച്ചു വീഴും. അയ്യോ എന്താ ഒറ്റപ്പല്ലിക്ക് എന്താ പറ്റിയേ? രാവിലെ എങ്ങനെ തുപ്പ? പണ്ടരം അല്ലേ? എന്തിനു പുള്ളിക്ക് അറിയണേന്നാണ് ഇവള് നോക്കണം. നീ കുറച്ച് ചോറ് കൊക്കോ എന്നിട്ട് വേഗം. ഇപ്പൊ വേഗം സ്പീഡിൽ വായ തുറക്കണില്ല. അതാ അവിടത്തെ ഇരുത്ത ഇഷ്ടല്ല, അതാണ്. അതിന് എന്നെ നോക്കണ എന്തിനാണ്? ഓക്കെ, അത് ശരിയാ. ഞാൻ ഐ അഡ്മിറ്റ് ദാറ്റ് റിയാലിറ്റി. വിശക്കുന്നുണ്ട്, ഇവിടുന്ന് എണീക്കും വേണം. ഇറങ്ങാത്തത് തുപ്പിണ്. ഗ്രേപ്സ് കേട്ടോ. കറിയണ എന്തിനാ പോടപട്ടി എന്തിനീ കരഞ്ഞിട്ട് തൊണ്ടല് വീഴ്ത്തിക്കണ ഭക്ഷണം? അയ്യോ അയ്യമ്മേ, അയ്യോ ഇതിന്റെ തലയോ? അല്ല തലയല്ല, ചെവി. രണ്ടാളുടെയും തല. ഈ രണ്ടെണ്ണത്തിന്റെയും ചെവി കപിപ്പാര എന്ന് പറഞ്ഞ സാധനം. ഡിക്ഷണറി. ഓ ഭയങ്കര പഠിപ്പിച്ച അമ്മയുടെ പോലെ. തായ ഇതാരെ കടിച്ചെടുത്ത? ചോറ് തൊണ്ടക്കുഴിന്ന് ഇറങ്ങിയപ്പോ ആരോഗ്യം വന്നു. കരച്ചിൽ നിന്ന് കാവടി ആടുണ്ടാ? ഇതാണ് മറ്റേ നമ്മുടെ ചേട്ടൻ പുള്ളിയുടെ പേരെന്തായിരുന്നു? ആടണ കാവടി തൃശ്ശൂരത്തെ. അതൊക്കെ കടിച്ചു തിന്നോ? വിശപ്പ് മതിയായിട്ടില്ലല്ലേ? ഞങ്ങളുടെയൊക്കെ വിശപ്പ് മതിയാക്കാനുള്ള പണിയൊക്കെ എനിക്കറിയാടേ. വായഞ്ഞ് കുളിക്കുക അച്ഛമ്മ. ഓ ബൈബിൾ കൊണ്ടു നടക്കണ വലിയ കൊണ്ടു നടക്കണ. പിന്നെ ബുദ്ധി കുറച്ച് കൂടുതല. അത് ഞാൻ കുഴപ്പമില്ല, ഭയങ്കര ബുദ്ധിയാ. ജെട്ടി പാത്രം വന്നെല്ലാരും വന്നേ. മതി, കപ്പിപ്പാരയും കൊണ്ട് വന്നേ. അപൂർവ സഹോദരങ്ങൾ വരുന്നുണ്ട്. ഓ നല്ല സ്പീഡിൽ പാകം മുഴുവൻ നടക്കാൻ പഠിച്ചു.
കൈമേ മൊത്തം ബാലൻസ്. ഓ കുളിമുറി വരെ എത്തിയുടെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിപ്പെട്ടിട്ട്. ഓ മൈ ഗോഷ്. ഓ ബാക്കിലെ പൊതി ജീരക പൊതി കുറച്ച് ഞണ്ടി കീഴ്പൊട്ടേക്ക് എത്തി. കാലിൻ്റെ അത്ര നീളായി. വാട്ട് ഇസ് ദിസ്? മാറിയില്ലേ? ആ അടുത്ത കുട്ടി കുരങ്ങ് വരുന്നുണ്ട്. there we go. Let's go shower time now. Jump in. ഷോർട്ട് വെച്ചിട്ട് നമ്മുടെ ബൂംബാങ് റമ്മ് നശിപ്പിക്കണ ഫ്രൈഡേ. എന്നൊക്കെ വേണ്ട. ബൂംബാങ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ സോഡ വെച്ചിട്ടില്ല. ഇത്രയും പണി എടുത്തിട്ടുള്ള സാധനത്തിന്റെ മുകളിൽ നമ്മള് അതെ ശരിക്കും ഇതിൽ സോഡ രസമില്ല. ശ്രദ്ധിച്ചാ ഇന്നോട് ഇവിടെ അടിച്ച എല്ലാരും പറഞ്ഞത് ഇതിൽ സോഡ ഒഴിക്കാണ്ട കഴിച്ചിട്ട് നല്ലതെന്ന്. നല്ല ഡാർക്കർ സാധനത്തിൽ സോഡ ഒഴിക്കാന്ന് എൻ്റെ അഭിപ്രായം. ഇവിടെ ഞാൻ നമ്മുടെ ലാമ്പ് കൊണ്ടുവന്നിട്ട് ചൂടാക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 9 ദിവസം പഴകിയ ലാമ്പാട്ടാ. സോ വെരി നൈസ്ലി സെറ്റിൽഡ്. 9 ദിവസം വേവിച്ച് വെച്ചതാ ഫ്രിഡ്ജിൽ. നമ്മുടെ ഡെയിലി വ്ളോഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ കുഴപ്പമില്ല. കുട്ടികൾക്ക് കൊടുത്തു. നാളെ പണിയാവോ? ഇല്ല കുട്ടികൾക്ക് കൊടുത്തു. പിന്നല്ലേ കൊടുത്തേ? ആ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അവരെന്താവെന്ന് നോക്കിയിട്ട് നമുക്ക് കഴിച്ചാൽ മതി. ഇല്ലടാ 130 140 ഡിഗ്രിയിൽ ചൂടാക്കുന്ന സാധനം. അപ്പോൾ പിന്നെ ആ പ്രശ്നം പേടിക്കണ്ട. നന്നായിട്ട് വരട്ടിയതിന് ശേഷം തിന്നാൽ മതി. സയൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ. ഓൾഡേക്ക് സിക്ക എല്ലാവരും സിക്ക 40 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങും സിക്ക്. അതായത് ഈ പഞ്ചാബിലുള്ളവരൊക്കെ അപ്പം ജനിക്കണതേ 40 വയസ്സിലായിരിക്കും അല്ലേ? ആ സിക്ക് എന്തല്ലേ ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ഇവനെ പോലുള്ള മെന്റലി സിക്ക്. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നാടൻ ഫുഡ് ഉണ്ടാവും പറഞ്ഞിട്ടാണ് റെമി വന്നത്. റെമിയുടെ മൂട്ടി ബട്ടർഫ്ലൈ ആണോ? കബാബിന്റെ ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? അതാണ് ഇതാണ് ആ കൈയിട്ട് അവന്റെ. ഞാനല്ല അതാണ് തിന്നുള്ളത്. ഞാനത് പിടിക്കാ. ഇത് ലാമ്പിന്റെ ഫ്ലാപ്പ് എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. ഫ്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാരിയലിന്റെ തൊട്ട് താഴെയുള്ള ഈ ഭാഗത്തിനെയാണ് ഫ്ലാപ്പ് എന്ന് പറയാ ലാമ്പിന്റെ. അതിന്റെ മുകളിൽ ഇങ്ങനത്തെ ഷിനു ഇതൊക്കെ ഉണ്ടാവും. ബട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീറ്റ് ആണ്. സ്പെഷ്യലി ബാർബക്യൂ, അതായത് ലോങ് കുക്കിങ്ങിന്. രോഹി എത്തി. രോഹി അമ്മയുടെ മോൻ തന്നെയാ രോഹി. നീയോ? ഞാൻ എത്രയോ എന്നെ ആരോ കണ്ണു വെച്ച് നിനക്ക് ഉപ്മാവ് വേണ്ടേ? പാവുണ്ടാക്കിയ ഉപ്മാവ്. ആ അതെ ലാമ്പ് കഴിക്കാൻ നാണുള്ള ആള്. ഒരു ലാമ്പിയാണ് അതേ പറഞ്ഞു. വേറെ ലാമ്പിന്റെ ആള്. അയ്യോ ഉറങ്ങണില്ലേ കുട്ടിയോട്? എന്താ നീ ഒന്ന് തന്നെ എടുത്തറായിക്കേ. ആ ഷേക്കിന്റെ എന്താ എന്താ ഉറക്കൊന്നുമില്ലേ? ഹലോ പൂങ്കളാങ്ങളേ ഉറക്കല്ലേ? ഉറക്കാം. എന്താ കളി? ഏത് വീട്ടിൽ പോയാലും തൈര് അന്വേഷിക്കും. ബട്ടർഫ്ലൈ മുടിയൊക്കെ വെട്ടി ഫുള്ള് ബട്ടർഫ്ലൈയാ. ഇന്നിപ്പോ മുടി വെട്ടിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോഴാണ് ആ മുടിയിൽ കൈ എടുത്തത്. ആ ഏത് നേരം അതാ ഞാൻ ഓൾറെഡി മുടി വെട്ടിക്കോളാൻ പറഞ്ഞേ. ബട്ടർഫ്ലൈ ആ കെട്ടി ചോദിക്കുമ്പോഴേക്കും കാണിച്ചു തരുന്ന കേട്ടാ. തന്നെ ബട്ടർഫ്ലൈയുടെ പോലെ ഇരിക്കുന്ന കേട്ടാ. ആ ചോദിക്കണ്ടേ? ആ നിങ്ങളെ കാണാൻ മറ്റേ അരവിന്ദ് സ്വാമി ഏതോ സിനിമയില് ബാക്കിൽ ഇങ്ങനെ മുടി കെട്ടിട്ട് ഇങ്ങനെയുണ്ട്. അരവിന്ദ് സ്വാമി ബിയടാ. ഈസ് എ വെരി ഗുഡ്. എന്നടാ അമ്മ ഞാൻ പറയാം. ലെന മറ്റേ ഇത് മറ്റേ മഷ്റൂം കഴിച്ചിട്ട് ഇതാക്കണ തന്നെ. ഞാൻ പറഞ്ഞാലല്ല എന്നെ പറഞ്ഞതാ. എന്താ മഷ്റൂം കഴിക്കാ? ഇപ്പൊ തന്നെ കണ്ടക ശനിയും വ്യാഴവും ശുക്രനില് ശനി. ഇനി ബുധനാവേണ്ട കുഴപ്പമുള്ളൂ മഷ്റൂം കൂടി കുത്തി കഴിച്ചിട്ട്. പക്ഷെ നല്ലതാണ്. ഇങ്ങനെ കുറച്ചൊരു മോക്ഷം കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അറിയില്ല അറിയിച്ചൊന്നും പറയട്ടാ. നല്ല പേടിയത് ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും അത്ര നല്ല പരിപാടി ഇല്ല കേട്ടാ. നമുക്ക് വിപ്ലവം ഇട്ടിട്ട് കാശുണ്ടാക്കണ്ടാക്കോളെ. അത് വേണ്ട നമുക്ക്. അതൊന്നും വേണ്ട നമുക്ക്. ഇതേ ഉള്ളത് നീ പറഞ്ഞ നിന്റെ ഉപ്മാവും ബീഫ് കറിയും പിന്നെ ബീൻസും മെഴുക്ക് വരട്ടി എങ്ങനെയുണ്ട്? ഒരു ജീവനില്ലാത്ത പോലെയാണ്. കടലക്കറി കൊടുക്ക അവൾക്ക്. കടല 1.5 കൊല്ലായി.
നിന്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് സങ്കടം വേണ്ടിട്ട് കൊള്ളേ. ഒരാളവിടെ ആരും കാണാണ്ട പതുക്കെ ഇതൊക്കെ ബട്ടർഫ്ലൈ അവിടെ ഇരുന്ന് തിന്നാ. പെങ്ങുവിന്റെ പേര് മാറ്റി ബട്ടർഫ്ലൈ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ റെഗുലർ ഫുഡിൽ നിന്ന് മാറിയിട്ട് പുറത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയ കാരണം. പക്ഷെ ഈയിടെ റെമി ഭയങ്കരമായിട്ട് മാറി, നന്നായിട്ട് മെലിഞ്ഞു ഫുള്ള്. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിന് ബിഗ് ഷെയ്ക്ക് ഉണ്ട് കേട്ടാ. എങ്ങനെയായേ മറ്റേത് ഇവിടെ വന്ന് ആ മതി, അതൊന്നും ഉറക്കെ പറഞ്ഞേ കേക്കാനാ. ഇത് വീണ്ടും കഴിക്കാനാന്ന് ഞാൻ വിചാരിച്ചു. ആ തിന്നാനല്ല, അതിനല്ലേ ഞാൻ നിങ്ങളോട് എത്ര കാലമായിട്ട് പറയുന്നു കാപ്സ് കുറച്ചു, ഷുഗർ കുറച്ചു. അതാണ് മെയിനായിട്ട്. കുറച്ചാലാണ് തടി കുറയുക, എല്ലാം കുറയുക. എന്ത് കുറച്ചിട്ട് എന്താ കാര്യം? തനിക്ക് സുഖമില്ലല്ലോ. ഇത് നോക്ക് എന്താ കളി. ഒരു ഉറക്കമില്ല, കീലരി അച്ചൊക്കെ ഇരിക്കണ ഇരിപ്പൊക്കെ. ഇത് നോക്കെ എടി ഗോൾഡെ തിന്ന് എന്തെങ്കിലും എടുത്ത് തിന്നണ്ട. അതേ വരുന്ന എനിക്കറിയില്ല. ഞങ്ങൾ കളിച്ചോ, കുറച്ച് സമാധാനം ഉണ്ടാവട്ടെ. ഒരു കൊല്ലം മുന്നേ വരെ നമുക്ക് പാലും കപ്പളങ്ങിയും തരേണ്ട സമയമായിരുന്നു. അപ്പം അത് അങ്ങനെ സമാധാനം കിട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷം ഉപ്മാവ് കഴിക്കുക. ഇവിടെ ഇന്നാൾ വന്നിട്ട് ഉപ്മാവ് വെള്ളയപ്പം ഇന്നാള് ഉപ്മാവ് കൊടുത്ത സ്ഥിരം. ഇവരിന്നിട്ട് കാപ്സ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ചട്ടി നിറച്ച് ഉപ്മാവാണല്ലേ. ഉപ്മാവാക്കി അപ്പം ഇതിൽ ഫൈബർ ഉണ്ടാ. ഫൈബർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫൈബറിന് തെറിച്ച് പോയി വായിന്ന്. അയാൾക്ക് കൊണ്ടോക്കൂട്ട് മുട്ടത്തലയൻ. എന്നിട്ട് ഗോൾഡനോട് പറയാം മുടി നീട്ടി വളർത്താൻ. ഇനി മുടി നീട്ടി വളർത്താം. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുടി നീട്ടി വളർത്താൻ പറ്റില്ല, ലോകം മാറിപ്പോവും. ഇനി നീട്ടി വളർത്തി കഴിഞ്ഞാൽ ഒരു ഐൻസ്റ്റീൻ്റെ പോലെ ഇവിടെ 2 ഉണ്ടമണിയായിട്ട്. പിന്നെ അടുത്ത ലോഗോയില് അടുത്ത ബ്രാൻഡ് ഇറക്കുമ്പോൾ അടുത്ത ടെക്കിയിൽ ഇറക്കാം. അല്ല ഇവിടെ 2 ഉണ്ട വെച്ചിട്ടുള്ളതല്ല ഇതിന്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ, ഫ്രൈഡേ എൻഡിങ്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ പൂപ്പാ. കയ്യൊക്കെ പോക്കി വരും. അവിടെ ഭൂപ്പാങ് പറയാൻ പറ്റാണ്ട വിഷം വെച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇത് ഭൂപ്പാങ് പറയാൻ ചെറിയ സർക്കസൊക്കെ കാണിക്കും ഞങ്ങൾക്ക് കുട്ടിക്കുരങ്ങെന്ന് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടാ. ഉണ്ടാ. അപ്പോൾ സൂപ്പർ വീഡിയോ വേണ്ട നമുക്ക് അടുത്ത് തുടങ്ങാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ. അവൾക്ക് മനസ്സിലായി. സൂപ്പർ വീഡിയോ വേണ്ട നമുക്ക് അടുത്ത് തുടങ്ങാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ.